ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികളെ കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. പ്രിയാചാന സാക്ഷികൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഓർക്കുകയായിരുന്നു. ദൈവം എത്ര നല്ലവനാണ്. നമ്മുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവമക്കളോട് ബന്ധപ്പെട്ട ആ അനുഭവം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അനേകർക്കും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയാനായിട്ട് കഴിയും. ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടും ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാനും ഈ ലോകത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാനും ദൈവം നമ്മളെ ഇടയാക്കുന്നതോർക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലസഭയോട് ചേർന്ന് ഇന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ അനുഭവം ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചില വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു ആരാധനാ മീറ്റിങ്ങിൽ ഈ സ്ഥലസഭയിൽ പങ്കെടുത്തത്. എന്നാൽ ഇവിടെയുള്ള ദൈവജനത്തെ, വിശ്വാസികളെ, ദൈവദാസന്മാരെ പലപ്പോഴും ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയും മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയും പലതരത്തിലുള്ള സ്നേഹ സഹകരണങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലൊക്കെ അനുഭവിക്കാനായിട്ട് ദൈവം കഴിഞ്ഞ അനേക നാളുകൾ തന്നെ ഇടയാക്കിയിട്ടുണ്ട്. അതോർത്തും സ്തോത്രം ചെയ്യുന്നു. അനേക പരിചയമായ, വളരെ സുപരിചിതമായ, എപ്പോഴും അടുത്തിടപഴകുന്ന അനേക മുഖങ്ങൾ, അനേക ദൈവമക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിലും മാത്രമല്ല ഈ സ്ഥലസഭ എന്നോട് ബന്ധപ്പെട്ടും ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടും കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനേകര് പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പ്രത്യേകിച്ച് മമ്മിയെക്കുറിച്ചുമൊക്കെ പലരും ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സാക്ഷ്യമായിട്ടും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ എൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ കുടിയാൻമല എന്ന സ്ഥലത്താണ്. എന്നാൽ കഴിഞ്ഞ ഏകദേശം 20-ലധികം വർഷമായിട്ട് ഈ അനുഭവത്തിനോട് ബന്ധപ്പെട്ടുള്ള പല ശുശ്രൂഷകളിൽ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ആ നിലയിലാണ് ഈ സ്ഥലത്തോട് ബന്ധപ്പെട്ട്, ഈ സ്ഥലസഭയോട് ബന്ധപ്പെട്ട്, മാത്രമല്ല ടിമ്പിച്ചാനൊക്കെ പലപ്പോഴും ടീമായിട്ട് ഞങ്ങളുടെ സ്ഥലസഭയിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് ഏറ്റവും ആദ്യം ഈ സ്ഥലസഭയിലുള്ള ഏറ്റവും ആദ്യത്തെ പരിചയം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റോളം ഡോക്ടറാണ്. മമ്മി വീണ് അപകടം പറ്റിയ സമയത്ത് എൻ്റെ മമ്മിക്ക് ഒരു അപകടം ഉണ്ടായി. 2001-ലാണ്, 2001-ലാണ് ജൂലൈ മാസം മമ്മി വീണ് ശരീരത്തിന് വലിയൊരു കേട് സംഭവിച്ചു. നട്ടലിന് സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചു. പാരലൈസ്ഡ് ആയി, തളർന്നൊരവസ്ഥയിലായി. അങ്ങനെ ചില നാളുകൾ ട്രീറ്റ്മെന്റിനോട് ബന്ധപ്പെട്ട് മംഗലാപുരത്തും പിന്നെ അതിനുശേഷം തിരുവല്ല മെഡിക്കൽ മിഷനിലും 2 മാസക്കാലമായിരുന്നപ്പോഴാണ് റോളം ഡോക്ടറും കുടുംബവുമായിട്ട് അന്ന് പരിചയം ഉണ്ടാകാനായിട്ടിടയായത്. അന്ന് മുതലുള്ള ഒരു ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അതിന് മുൻപ് പല മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ അടുത്ത് അങ്ങനെ ഒരു ബന്ധം തിരുവല്ലയിൽ വെച്ചുണ്ടായി. അപ്പോൾ അന്ന് മുതലുള്ള അനേക ദൈവമക്കൾ ഈ സ്ഥലസഭയോട് ബന്ധപ്പെട്ടുള്ള ബന്ധം ഞാനിപ്പോൾ ഓർക്കുന്നു. എന്നാൽ കഴിഞ്ഞ 25 വർഷം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ കൂടി ദൈവം ഞങ്ങളുടെ കുടുംബത്തെ നടത്തി. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും പരിപാലനങ്ങളും ഉണ്ടായിരുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കൃപയും ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി തീർന്നു. 2001 മുതൽ ഇപ്പോൾ 26 വർഷമായിട്ടും ദൈവം, എൻ്റെ മമ്മിയുടെ പേര് ക്ലാരമ്മ എന്നാണ്, വളരെ കൃപയോടെ ഒരേ കിടപ്പിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത്രയും വർഷവും ഒരേ കിടപ്പിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിരിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഈ 25 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ഈ കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം 2006 ജനുവരി മാസത്തിൽ മാത്രമാണ് ചില പ്രയാസങ്ങളും കോംപ്ലിക്കേഷൻസും ശരീരത്തിലുണ്ടായി. കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. എന്നാൽ 25 വർഷത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഓർക്കുകയായിരുന്നു, അതിനിടയ്ക്ക് ഇതുപോലുള്ള രോഗവും പ്രയാസങ്ങളും ഈ ഒരു പാരലൈസ്ഡ് കണ്ടീഷനിലായിരിക്കുന്ന അനേകര് ഒത്തിരി തരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം മമ്മി അന്ന് മുതൽ യൂറിൻ കാത്തീറ്ററൈസേഷൻ ചെയ്യുകയാണ്. മാത്രമല്ല ശരീരത്തിൽ മറ്റൊത്തിരി പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ദൈവം വളരെ കൃപയോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തെ പരിപാലിച്ചു. ഒരു പ്രാവശ്യം പോലും ആ നിലയിൽ ഹോസ്പിറ്റലിൽ മമ്മി വാട്ടർ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഈ വർഷം തുടങ്ങിയപ്പോൾ ദൈവം ആ നിലയിൽ ചില ദിവസങ്ങൾ അനുവദിച്ചു. ചെസ്റ്റ് ഇൻഫെക്ഷന്, യൂറിൻ ഇൻഫെക്ഷന്, അതിനോട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളായിട്ട് വീട്ടിൽ തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തെങ്കിലും അത് വിജയകരമാകാത്തത് കൊണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ആശ്വാസമായിട്ടിരിക്കുന്നു. നിങ്ങൾ പലരും ആ കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കണം. ശാരീരികമായി പല ബലഹീനതകൾ ഉണ്ടെങ്കിലും
ഈ 25 വർഷത്തേതായിരിക്കുന്ന കിടപ്പിന്റെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും അധികം ഇല്ലാതെ ദൈവം സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് മുമ്പിൽ ഇപ്പോഴും വളരെ കൃപയോടും വളരെ ധൈര്യത്തോടും വളരെ ആശ്വാസത്തോടും കൂടെ മമ്മി ആയിരിക്കുന്നു. തുടർന്നും മമ്മിയെ അവർക്ക് പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. കുടുംബാംഗങ്ങളെ ഞങ്ങൾ മമ്മിയെ ശുശ്രൂഷിക്കുന്നതോട് ബന്ധപ്പെട്ടും മാത്രമല്ല അവിടെയുള്ള സ്ഥലസഭയോട് ബന്ധപ്പെട്ടുമുള്ള ശുശ്രൂഷകളാണ് കൂടുതൽ ചെയ്യുന്നത്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നതോട് ബന്ധപ്പെട്ട് ചില ശുശ്രൂഷകളിൽ ഞാൻ ഏർപ്പെടാറുണ്ട്. ആ നിലയിൽ ദൈവം കഴിഞ്ഞ അനേക വർഷങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് മൂത്ത മകള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സൺഡേയിൽ മകളുടെ സ്നാനമായിരുന്നു. ഇനി ഇളയ 2 പേരോടെ ഉണ്ട്. അവർ 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലുമാണ്. 3 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ച ചില ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ കൂടുതൽ സമയവും ഭവനത്തിൽ തന്നെ മമ്മയുടെ ശുശ്രൂഷകളും ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിങ്ങൾ പറയട്ടും ഒരുപക്ഷെ അറിയാം. തുടർന്നും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്ഥലസഭയും വളരെ സന്തോഷമായിട്ട് മുൻപോട്ട് പോകുന്നു. ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ ഇവിടെയുള്ള പലരും ഞങ്ങളുടെ സ്ഥലസഭയിൽ കടന്നു വന്നിട്ടുണ്ട്. പലരെയും അറിയുകയും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സ്ഥലസഭയുണ്ട്. കുടിയാൻമല സ്ഥലസഭയോട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 25ഓളം കുടുംബങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നു. കഴിഞ്ഞ അനേക വർഷമായിട്ട് ആ ദേശത്ത് കർത്താവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവസഭയെയും ദൈവം സഹായിക്കുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സ്ഥലസഭയോടെ ബന്ധപ്പെട്ട് വലിയൊരു കൂടുതൽ നമ്പേഴ്സുള്ള സ്ഥലസഭകളാണ്. എങ്കിലും ആ നിലയിലുള്ള സന്തോഷം എനിക്കും ഇങ്ങനെയുള്ള സഭകളിൽ വന്ന് അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. സഭയോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ എല്ലാ ആഴ്ചകളും പോകുന്നു. മറ്റു പല സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സഹോദരന്മാർ സഭയിലുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ സ്ഥലസഭയിൽ നിന്ന് തന്നെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വേർതിരിഞ്ഞ് പല സ്ഥലത്ത് കർത്താവിൻ്റെ വയലിലായിരിക്കുന്ന ഏകദേശം 10 കുടുംബങ്ങളുണ്ട്. 5 സഹോദരന്മാരെ വിവാഹം കഴിച്ച് അവർ സുവിശേഷ വേലയിലായിരിക്കുന്നു. ഏകദേശം 6 സഹോദരന്മാർ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വേർതിരിഞ്ഞ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ നിലയിൽ അവരൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നു എന്നോർക്കുമ്പോൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സ്ഥലസഭയെ ഓർത്ത് തുടർന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വരാനായിട്ട് പെട്ടെന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് തീരുമാനം ഉണ്ടായത്. എന്നാൽ ആ നിലയിൽ ഇന്നിങ്ങനെ ഇവിടെ കടന്നു വരാനും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആരാധിക്കുവാനും മാത്രമല്ല ഈ അല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം സ്ഥലസഭ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് നൽകി. അതിന് മുമ്പിൽ മറ്റു പലരും ത്യാഗപൂർണ്ണമായിരിക്കുന്ന അവരുടെ ആ ഒരു സ്നേഹം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഒരു പക്ഷേ മറ്റാരെങ്കിലും ആയിരിക്കാം ഇവിടെ ഈ കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഏറ്റെടുത്തിരുന്നത്. എന്നാൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയും ദൈവസഭ നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ കാലങ്ങൾ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിലും കൂടുതൽ കർത്താവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കേട്ടതുപോലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ലോകസംഭവങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ദിവസങ്ങൾ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളത് അത്രത്തോളം ചിന്തിക്കാറും അത്രത്തോളം ഗൗരവം കൊടുക്കാറുമില്ല. കാരണം നമ്മളതിന്റെ ഭാഗമായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി കേൾക്കുകയും അറിയുകയും നമ്മളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചാൽ വളരെ കഠിനമായിരിക്കുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ കഠിനമായിരിക്കുന്ന ജീവിതാനുഭവത്തിൽ മുൻപിൽ എന്താണെന്ന് നമുക്കറിയില്ലെങ്കിലും കർത്താവിനോട് കൂടെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചില ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 2ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് തിരിക്കാം. വെളിപ്പാട് പുസ്തകം 3ാം അധ്യായത്തിന്റെ 4ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3ാം അധ്യായത്തിന്റെ 4ാം വാക്യവും 5ാം വാക്യവും പ്രാരംഭമായിട്ട് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 4 and 5. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകും വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. അത്രയും മതി. ഈ വാക്യങ്ങൾ ഒത്തിരി വിശദീകരിക്കാനായിട്ട് ആവശ്യമുള്ള വാക്യങ്ങളാണെങ്കിലും നമ്മുടെ മുൻപിലുള്ള സമയം ഈ 2-3 ചിന്തകൾ പങ്കുവയ്ക്കാം. ഈ 2-3 വാക്യങ്ങളിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ സർദീസിലുള്ള സഭയ്ക്ക് എഴുതുന്ന ഒരു ദൂതാണ്. ഈ വെളിപ്പാട് പുസ്തകം പലപ്പോഴായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. 7 സഭകൾക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന 7 ചെറിയ സന്ദേശങ്ങളാണ് 2ാം അധ്യായത്തിലും 3ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്. ചെറിയ ചുരുക്കം വാക്യങ്ങളിലാണ്, ഏകദേശം 7 അല്ലെങ്കിൽ 10 വാക്യത്തിനുള്ളിലുള്ള ചെറിയ ചുരുക്കം സന്ദേശങ്ങളായിട്ടാണ്
ഈ സന്ദേശങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശങ്ങൾ 7 സഭകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ 7 സഭകൾക്കും ദൈവം നൽകിയ സന്ദേശം ഇന്നുള്ള നമ്മുടെ എല്ലാ സ്ഥലസഭകളോട് ബന്ധപ്പെട്ടും അത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അത് പ്രായോഗികമാക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ലോക ചരിത്രത്തിൽ ഏത് സമയത്തുമുള്ള സഭകളിൽ ഈ സന്ദേശം വായിച്ച്, എഫേസോസിനുള്ള സഭയ്ക്കുള്ള സന്ദേശം എന്ന നിലയിലോ, സ്മിർനയ്ക്കുള്ള സന്ദേശം എന്ന നിലയിലോ, ഇപ്പോൾ നമ്മൾ വായിച്ച സർദീസിനുള്ള സഭയ്ക്കുള്ള സന്ദേശം എന്ന നിലയിലോ തള്ളിക്കളയുകയല്ല. അത് നമുക്കെല്ലാവർക്കും അതിലെ പാഠങ്ങൾ ആവശ്യമാണ്. അതിലെ ആത്മീക കർത്താവ് നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങൾ നമ്മോട് എല്ലാവരോടും, എല്ലാ സഭകളോടും ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഇതിലെ പ്രായോഗിക തത്വങ്ങൾ നമുക്കത് ആവശ്യമാണ് എന്ന നിലയിലാണ് ഞാൻ ഈ വാക്യങ്ങൾ ഇന്ന് വായിച്ച് ചിന്തിക്കുന്നത്. നേരിട്ടത് സർദീസിലെ സഭയ്ക്ക് എഴുതുന്ന ഒരു കത്തായതുകൊണ്ട് തന്നെ ആ സഭയും ആ സഭയിലുള്ള വിശ്വാസികളും ആ സഭയുടെ പശ്ചാത്തലവും ഒക്കെ ഇതിന്റെ പിൻപിൽ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവിന് നമ്മോട് പറയാനുള്ള സന്ദേശം അതെന്താണ് എന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർദീസിലുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഒന്ന്, ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരുണ്ട്. യോഗ്യന്മാരാകിയാൽ, അല്ലെങ്കിൽ എന്നോട് കൂടെ നടക്കാൻ യോഗ്യതയുള്ളവരും കുറച്ചു പേരുണ്ട്. അത് ആ സഭയ്ക്ക് എഴുതുന്ന സന്ദേശത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമാണ്. വേറെ കുറെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില കുറവുകൾ പറയുന്നുണ്ട്. അത് ഈ സഭയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, 7 സഭകളോട് ബന്ധപ്പെട്ടും അവരുടെ ചില കുറവുകൾ പറയുന്നുണ്ട്. നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ഥലസഭകളിലൊക്കെ നമ്മളെല്ലാവരും പങ്കാളികളായിരിക്കുന്ന, നമ്മളെല്ലാവരും അംഗങ്ങളായിരിക്കുന്നവരാണ് ദൈവസഭ. അതുകൊണ്ട് തന്നെ ഒരു സഭയും ലോകത്തിൽ 100% പൂർണ്ണതയുള്ള സഭകളില്ല. കാരണം നമ്മളെല്ലാം ചേർന്നിട്ടുള്ള സ്ഥലസഭകളാണ് സഭ, അല്ലെങ്കിൽ സ്ഥലസഭകൾ എന്ന് പറയുന്നത്. കർത്താവിന്റെ ശരീരത്തിന്റെ ആ ഒരു ഇവിടെയുള്ള കൂടിവരവുകൾ കർത്താവിന്റെ പ്രാദേശിക സ്ഥലസഭയോട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരാണ് അതിലെ അംഗങ്ങൾ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ കുറവുകളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏത് സഭയും 100% പെർഫെക്റ്റ് ആയിട്ട് ബൈബിൾ നമ്മൾ കാണുന്നില്ല. ഒന്നാമത്തെ സഭയായ യെരുശലേം സഭ മുതൽ നമ്മൾ ചിന്തിച്ചാൽ, തുടക്കം മുതൽ തന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഭകൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവസഭ അല്ലെങ്കിൽ സ്ഥലസഭകൾ ദൈവത്തെ സ്നേഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ 100% കുറവുകൾ ഇല്ലാത്ത സഭകൾ ഈ ലോകത്തിലില്ല. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള സഭയെ നോക്കുന്നുമില്ല. കാരണം അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കർത്താവിന്റെ വരവ് വരെ സാധ്യമാകുകയുമില്ല. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്രത്തോളം കർത്താവിനോട് കൂടെ നടക്കാം, എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കാം, എത്രത്തോളം എനിക്ക് ആത്മീയമായിട്ട് വളരാം, അതിൽ ഞാൻ എത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം ഞാൻ ഉത്സാഹം കാണിക്കുന്നുണ്ട്, അതിലാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. ഇവിടെ പറയുന്ന സഭകൾക്കൊക്കെ കർത്താവ് പറയുമ്പോൾ ചില കുറ്റങ്ങള് കുറവുകളൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിൽ ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മുൻപോട്ട് പോകാൻ, പ്രയാസങ്ങളിൽ നിന്നും മാറി അതിൽ നിന്നും എഴുന്നേറ്റ് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഈ ഭാഗത്തൊക്കെ നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തും സർദീസിലോടുള്ള അവിടെയുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ സഭയിലുള്ള എല്ലാവരും നോക്കിയിട്ട് കർത്താവ് പറയാണ്, കുറച്ചു പേരുണ്ട്, വളരെ ചുരുക്കം പേരെ കുറിച്ച് പറയുന്നത്. ആ കുറച്ചു പേരെ ഞാൻ നോക്കുമ്പോൾ അവർക്ക് യോഗ്യതകളുണ്ട്, അവര് എന്നോടുകൂടെ നടക്കാൻ യോഗ്യതയുള്ളവരാണ്. ഇനി നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് പരിശോധിക്കുക. നമ്മൾ നമ്മുടെ സ്ഥലസഭയുടെ പേര് അവിടെ നിന്ന് എഴുതുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക. ഈ സ്ഥലസഭയിലെ അംഗങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന സ്ഥലസഭയോട് ബന്ധപ്പെട്ടായിരിക്കുമ്പോൾ ആ സഭ എന്ന് പറയുന്നത് നമ്മളും കൂടി ഉൾപ്പെട്ട് നിൽക്കുന്നതാണല്ലോ ആ സഭ. അപ്പൊ അവിടെ ഈ കർത്താവ് നോക്കുമ്പോൾ കുറച്ചു പേരിൽ ഞാൻ പെടുന്നുണ്ടോ, നമ്മൾ ഓരോരുത്തരും പെടുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇടയെ തീരട്ടെ. കർത്താവിനോട് കൂടെ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുവാൻ യോഗ്യത ഉള്ളവരായിട്ട് ദൈവം നമ്മളെ കാണുന്നു, അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള ഒരു സാധ്യത, ദൈവത്തോട് കൂടെ നടക്കാനുള്ള സാധ്യത ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ ആരാധനയോടനുബന്ധിച്ച് കർത്തൃമേശയോടനുബന്ധിച്ച് ചില വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ ഓർക്കുകയുണ്ടായി. സങ്കീർത്തനം 99 വായിച്ചു, പിന്നെ യെശയ്യാ പ്രവചനത്തിൽ നിന്നും നമ്മൾ വായിച്ചു 6-ാം അധ്യായം. വലിയ ഒരു ശക്തിയുള്ള ദൈവത്തെ, ഭയങ്കരനായ ദൈവത്തെ, തേജസ്സുള്ള ദൈവത്തെ, ന്യായം വിധിക്കുന്ന ദൈവത്തെ, വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ച് വലിയ ഉന്നതമായിരിക്കുന്ന കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ എവിടെ നോക്കുമ്പോഴും ദൈവത്തെക്കുറിച്ചും സങ്കീർത്തനത്തിലാണെങ്കിലും മറ്റു വേദഭാഗങ്ങളിലാണെങ്കിലും ദൈവത്തെ എവിടെയൊക്കെ നമ്മൾ
വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെയൊക്കെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹിമ, തേജസ് സാധാരണ വ്യക്തികൾക്ക് അടുത്തു വരാൻ കഴിയാത്ത നിലയിലുള്ള, അല്ലെങ്കിൽ ചില മീഡിയേറ്റേഴ്സ് മുഖാന്തരം മോശ അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകന്മാര്, പുരോഹിതന്മാര്, ഇവരുടെയൊക്കെ അവരോട് ബന്ധപ്പെട്ടാണ് ജനങ്ങൾ കൂടുതൽ ദൈവികമായിരിക്കുന്ന കൽപ്പനകൾ സ്വീകരിക്കുകയും ദൈവികമായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ഇവരുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ ഇങ്ങനെയുള്ളവരുടെ മധ്യസ്ഥങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ പഴയ നിയമത്തിൽ അവര് പ്രവാചകന്മാരായിക്കൊള്ളട്ടെ ദൈവത്തിലുള്ള വെളിപ്പാടുകൾ നൽകി, മാത്രമല്ല പുരോഹിതന്മാരായിക്കൊള്ളട്ടെ ദൈവസ്ഥലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറ്റു പല വ്യക്തികളുടെ ഒരു സഹായം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വ്യക്തിപരമായ ജീവിതവും കർത്താവിനോട് കൂടെ നടക്കാനും കഴിയുമെങ്കിലും ദൈവത്തെ പൊതുവെ ശക്തിയുള്ള, സൈന്യങ്ങളുടെ ദൈവമായ, മഹത്വമുള്ള ഒരു ദൈവം, ഈ ദൈവത്തോട് കൂടെ നടക്കുവാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭയം ഉള്ള ഒരു കാര്യം നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. ഇപ്പൊ വായിച്ച വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചിലപ്പോൾ ചിന്തിക്കും, ഈ ദൈവത്തോട് കൂടെ നടക്കാൻ, ഈ ശക്തിയുള്ള ദൈവത്തോടെ, ഈ മഹിമയുള്ള ദൈവത്തോട് കൂടെ, ഈ തേജസ്സുള്ള ദൈവത്തോട് കൂടെ, ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തോട് കൂടെ, ഈ മഹിമയിൽ വസിക്കുന്ന ദൈവത്തോട് കൂടെ എനിക്ക് എങ്ങനെ, സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് എങ്ങനെ നടക്കുവാൻ കഴിയും? എന്നാൽ ദൈവം അതിനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് സന്തോഷിക്കുവാനുള്ള കാര്യം. പുതുനിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിനോട് ചേർന്ന്, കർത്താവിൽ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ, കർത്താവിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് യോഗ്യന്മാരാക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്ന് നമ്മോട് കൂടെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് മുഖാന്തരം എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സാധ്യത ദൈവം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം, പഴയ നിയമത്തിൽ ഇല്ലാത്ത, പഴയ നിയമത്തിലെ ദൈവജനം അനുഭവിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നത്. കാരണം സ്വർഗത്തിൽ ഇരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു തേജസ്സും മഹിമയും ഒക്കെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് നമ്മെപ്പോലെ ജീവിച്ച്, നമ്മെപ്പോലെ ഈ ലോകത്തിൽ നമുക്ക് മാതൃക കാണിച്ചു നൽകി, നമ്മളെക്കാൾ താഴ്ന്നു എന്ന് പറഞ്ഞാൽ കുരിശിൽ മരിക്കുന്ന, അതായത് ഒരു പാപിയെ പോലെ, ഒരു കള്ളനെ പോലെ, ഏറ്റവും കൊടും ക്രിമിനലിനെ പോലെ കുരിശിൽ മരിക്കുന്ന, എല്ലാവരും തള്ളപ്പെടുന്ന ഒരു അനുഭവം. അപ്പോൾ സാധാരണ നമുക്കുണ്ടായതിലും ഒരു വേദനയുടെ അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോയി. അപ്പോൾ താഴ്ച വന്നവനായി, സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിലേക്ക് വന്നു, ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി മനുഷ്യനെ സമനായി തീർന്നു. മനുഷ്യരിൽ തന്നെ ഏറ്റവും ഒരു അധമനായ പാപിയെ പോലെ, പാപം ചെയ്തിട്ടില്ലെങ്കിലും പാപിയെ പോലെ ക്രൂശിക്കപ്പെടുവാനായിട്ട്, ക്രൂശിൽ അനുഭവിക്കുവാനായിട്ട്, പാപം ചുമന്ന് എല്ലാ താഴ്ചയിൽ കൂടി കടന്നുപോയി നമ്മോട് കൂടെ നടന്ന് നമ്മളെ ആ കർത്താവ് തന്നോട് കൂടെ നടക്കുവാനായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, വീട്ടിലെ കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ഉള്ളപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ നടക്കുവാനായിട്ട് പ്രായമായി വരുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പയ്യെ നടക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ അവരോട് ബന്ധപ്പെട്ട് അവരെ പരിശീലിപ്പിക്കാനായിട്ട് നമ്മൾ അല്പം ഒന്നുകിൽ മുട്ടുകൂത്തി നിൽക്കുകയും അവരുടെ കൈ പിടിച്ച് നമ്മൾ അവരെ നടത്തുകയും അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ അല്പം കുനിഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്ന് അവരുടെ ലെവലിലേക്ക് നമ്മളും കൂടെ വരികയാണ്. എന്നിട്ട് അവരെ നമ്മൾ കെയർ ചെയ്യുന്നു, അവരെ കരുതുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നത്. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹത്തോടെ കരുതി അവനോട് കൂടെ നടക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം താഴ്ച വന്നവനായി, താഴ്മയുള്ളവനായി വന്ന് നമ്മോട് കൂടെ ജീവിച്ച് എത്ര വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ്. 1971 ഞാൻ വായിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ജെയിംസ് ഇർവിങ് എന്ന് പറയുന്ന ഒരു ചന്ദ്രനിൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ അവരൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പോളോ 15 എന്ന് പറയുന്ന ഒരു പേടകത്തില് ചന്ദ്രനിൽ പോയി തിരിച്ചു വന്ന ഒരു ക്രിസ്തീയ വിശ്വാസ പശ്ചാത്തലപ്പെട്ട ഒരാളായിരുന്നു ജെയിംസ് ഇർവിങ്. അപ്പൊ അദ്ദേഹം ഈ ദൗത്യത്തിനൊക്കെ പോകുന്നതിന് മുമ്പ്, നാസയുടേതായിരിക്കുന്ന ആ ഒരു ദൗത്യത്തിന് പോകുന്നതിന് മുൻപ് അയാൾ വിശ്വാസിയായിരുന്നു. എന്നാൽ വലിയ ദൈവികമായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവമോ ആത്മീയ കാഴ്ചപ്പാടോ അങ്ങനെയൊന്നും ഇല്ലാത്ത സാധാരണ ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷ്യവും പിന്നീട് അദ്ദേഹം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ഈ ചന്ദ്രനിൽ കാലുകുത്തുക. എനിക്കൊന്ന് 8ാമത്തെ ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയത്. അപ്പൊ അദ്ദേഹം പോയി ദൈവത്തിന്റെ മഹത്വം, ഈ ചന്ദ്രൻ കാലുകുത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെയും അതിലൊരു പരിധി വരെ തനിക്ക് യാത്ര ചെയ്ത് പോയി മടങ്ങി വന്നപ്പോൾ താൻ തന്റെ ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂവിൽ താൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അപ്പൊ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ വലിയൊരു
കാര്യമാണ് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. കാരണം ഒരു വ്യക്തി ആ ഒരു കാലഘട്ടങ്ങളിൽ ചന്ദ്രനിൽ പോയി മടങ്ങി വരിക, അത് വലിയൊരു ഭാഗ്യകരമായ കാര്യമാണ്. ഇത്ര വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് മനുഷ്യവർഗത്തോടും മനുഷ്യരാശിയോട് ബന്ധപ്പെട്ടും വലിയൊരു നേട്ടമാണ്. എന്നാൽ അതിനേക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നത് ഈ ചന്ദ്രനെയും ഈ സൂര്യനെയും ഈ ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെയും നക്ഷത്രങ്ങളെയും എല്ലാം ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം ഭൂമിയിൽ വന്ന് നമ്മളോട് കൂടെ ജീവിച്ച്, നമ്മളോട് കൂടെ നടന്ന്, നമ്മളോട് കൂടെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആ ഒരു ജനങ്ങളോട് കൂടെ കർത്താവ് ജീവിച്ച് മനുഷ്യനായി ഏറ്റവും സൗമ്യനായിട്ട് ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. പിന്നീട് അദ്ദേഹം തന്റെ ജീവിതത്തിൽ നല്ലൊരു വിശ്വാസിയായിട്ട് പ്രത്യേക ഒരു സംഘടനയും അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. പിന്നീടുള്ള തന്റെ റിട്ടയർമെന്റിന് ശേഷം ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുവാൻ, ഈ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്ക്, ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് നമ്മെപ്പോലെ ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് സമനായി ജീവിച്ച് ആ കർത്താവിന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ എന്നെ കർത്താവിനോട് ചേർക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുകയാണ്. ഇത്ര വലിയവനായ ദൈവം എനിക്കായിട്ട് ഈ ലോകത്തിൽ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ നമ്മൾ ആ കുഞ്ഞിന്റെ ലെവലിലേക്ക്, ആ ഒരു താഴ്ചയിലേക്ക് ഇറങ്ങി ആ കുഞ്ഞിനെ കരുതുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും കരുതി നമ്മെ സ്നേഹിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായ കന്യകയിലൂടെ വന്ന കർത്താവായ യേശു ക്രിസ്തു, യേശു ഈ ലോകത്തിൽ ജീവിച്ച് യേശുവിൽ നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു നൽകി. നമുക്ക് പിന്തുടരുവാനുള്ള നല്ലൊരു മാതൃക കർത്താവ് നമുക്കായിട്ട് വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഈ വാക്യം വായിച്ചപ്പോൾ ഇതാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. എന്നോട് കൂടെ നടക്കുക, അല്ലെങ്കിൽ എന്നോട് കൂടെ നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള വഴി ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ദൈവം പറയുന്നത്, എന്നോടുകൂടെ നടക്കാനായിട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ വിശ്വാസിയെ കുറിച്ചും, ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ദൈവ സഭയിലുള്ള എല്ലാ വിശ്വാസികളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് എന്നോട് കൂടെ എത്രത്തോളം ചേർന്ന് നടക്കാനായിട്ട് കഴിയും. ഇതായിരിക്കട്ടെ നമ്മളുടെ വലിയൊരു ആഗ്രഹം. നമ്മൾ വിശ്വാസികളാണ്, കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ആത്മീക അനുഭവങ്ങളുള്ളവരാണ്, കർത്താവിനോട് കൂടെ നടക്കുന്നവരാണ് നാം പറയുന്നു. എന്നാൽ എത്രത്തോളം ചേർന്ന് കർത്താവ് നോക്കുമ്പോൾ, സഭയെ നോക്കുമ്പോൾ ഒത്തിരി പേര് വിശ്വാസികളുണ്ട്, ഒത്തിരി പേര് ക്രിസ്ത്യാനികളുണ്ട്, ഒത്തിരി പേര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ യോഗ്യതയുള്ള, എന്നോടുകൂടെ നടക്കുവാൻ യോഗ്യതയുള്ള കുറച്ചു പേരെ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു യോഗ്യത എനിക്ക് നിങ്ങൾക്കും, ആ ഒരു യോഗ്യതയിലാണോ ഞാൻ നടക്കുന്നത്? വിശ്വാസിയെ നമ്മളെല്ലാവരും പറയുന്നു, ക്രിസ്ത്യാനി നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്ന സഭയിൽ അംഗമാണ്, നമ്മളതെല്ലാം എപ്പോഴും പറയും. അനേക ശുശ്രൂഷകൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഞാനടക്കം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളുടെ മധ്യത്തിൽ ഓരോ ദിവസവും കർത്താവെ അങ്ങയോട് ചേർന്ന് നടക്കുന്ന, അങ്ങെന്നെ നോക്കുമ്പോൾ അങ്ങയോട് ചേർന്ന് നടക്കുന്ന ഒരാളായിട്ട് എന്നെ കാണാനായിട്ട് ദൈവത്തിന് കഴിയുന്നുണ്ടോ? ആ ഒരു വലിയ ചിന്ത ഈ രാവിലെ സമയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കർത്താവ് ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, എന്നോട് കൂടെ നടക്കുവാൻ യോഗ്യരായവർ. അതിനുള്ള യോഗ്യതയെ കുറിച്ച് മുകളിലോട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് യോഗ്യതകൾ? ഒന്ന്, 4-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു, ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ. അതൊരു ഭാഷയുടെ ഒരു പ്രയോഗമാണ്. ഈ ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേര് സർദീസിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലവുമുണ്ട്. കാരണം ഈ സർദീസ് എന്ന് പറയുന്ന സ്ഥലം അത് ഒരു നല്ലൊരു പട്ടണമായിരുന്നു. ഈ സഭയ്ക്കുള്ള കത്ത് എഴുതുന്നതിന് മുൻപ് തന്നെ ഈ സർദീസ് എന്ന് പറയുന്ന ഒരു പട്ടണം നിലനിന്നിരുന്നു. വളരെ ഉയരത്തില്, വളരെ മനോഹരമായ ഒരു പട്ടണം. അവിടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദൈവീ ദേവന്മാരെയൊക്കെ അവർ ആരാധിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു ദൈവം, ആ ദൈവത്തിന്റെ ഇസബേല എന്നാണ് ആ ദൈവത്തിന്റെ പേര്. ആ ദൈവത്തോട് ബന്ധപ്പെട്ട് ആ ദൈവത്തിന്റെ ക്ഷേത്രത്തില് ആരാധിക്കാൻ വരുന്നവർ, അല്ലെങ്കിൽ ആ ദൈവത്തെ കാണാൻ വരുന്നവർ, ജാതീയ ആചാരപ്രകാരം വരുന്നവര്, അവർക്കൊരു നിഷ്കർഷയുണ്ട്. അവര് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സോട് കൂടിയാണ് അവിടെ വരേണ്ടത്. കാരണം ഒരു ഡ്രസ്സിൽ ചെറിയൊരു പൊട്ടോ പൊടിയോ എന്തെങ്കിലും ഒരു കറയോട് കൂടി വരാൻ പാടില്ല. അത് അവരുടെ ഒരു നിയമമായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട്, കാരണം ഇവർക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്, ഉടുപ്പ് മലിനമാകാതെ ഈ അവർ ആരാധിക്കുന്ന ആ ക്ഷേത്രത്തിലെ ആ ദൈവത്തിനടുക്കൽ പോകുന്ന ഒരു പശ്ചാത്തലം, അവരുടെ ആത്മീയകാര്യത്തെ കുറിച്ച് അല്ലേ പറയുന്നത്, അവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുമ്പോൾ വിശ്വാസികളോട് പറയുകയാണ്, അതിലും വലിയ, അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ആ ക്ഷേത്രത്തിലെ മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളെക്കാൾ സർവശക്തനായ പരിശുദ്ധനായ ഒരു ദൈവത്തിന് മുൻപാകെ ആ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം. അതൊരു ആത്മീക അർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ
എത്രയോ ചെറിയ കുറ്റങ്ങൾ പോലും ദൈവം അത് കാണുന്നു. അപ്പോൾ നമ്മൾ എന്നെയും നിങ്ങളെയും ഒന്ന് പരിശോധിക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ കഴിയുമ്പോൾ, ജീവിക്കുമ്പോൾ എന്തെല്ലാം കറകളും എന്തെല്ലാം ചുളുക്കങ്ങളും എന്തെല്ലാം കുറവുകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ ദൈവം നോക്കുന്നത് എന്നോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും ഈ ഒരു വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരം അത് പല പ്രാവശ്യം ഈ 7 സന്ദേശങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശമാണ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പെട്ടെന്ന് നമ്മളത് വായിക്കുമ്പോൾ മാനസാന്തരം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ അവിശ്വാസിയോട് ബന്ധപ്പെട്ട് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മാനസാന്തരപ്പെടുവാൻ, ദൈവരാജ്യം സമീപിച്ചു, അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഈ മാനസാന്തരം ഇവിടെ 7 സഭകൾക്കാണ് ദൈവം എഴുതുന്നത്. ഈ 7 സഭകൾക്ക് ദൈവാത്മാവ് എഴുതുമ്പോൾ ഓരോ സഭയ്ക്കും കർത്താവ് പറയുന്നതാണ് മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. പ്രിയമുള്ളവരെ, ഈ ഒരു മാനസാന്തര അനുഭവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അനുദിന ജീവിത വിശുദ്ധീകരണം, വിശുദ്ധി, അതാണ് ദൈവം ഇവിടെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയും ജീവിക്കുന്നവർക്ക് എന്നോടുകൂടെ നടക്കാൻ കഴിയത്തില്ല എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. അനുദിനം നമ്മെ തന്നെ സൂക്ഷിച്ച് നമ്മെ തന്നെ കഴുകി നമ്മുടെ ആത്മീക ജീവിതമാകുന്ന ആ കാര്യത്തിൽ അത് മലിനമാകാതെ അങ്ങനെയുള്ള കുറച്ചു പേരെ ഞാൻ കാണുന്നു എന്ന് ഇവിടെ കർത്താവ് പറയുമ്പോൾ ആ കുറച്ചു പേരിൽ ഞാനും നിങ്ങളും പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടാണ് ഈ ചിന്തകൾ ഞാനിന്ന് പങ്കുവെക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് ദൈവത്തിന് മുൻപാകെ ഈ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്ന ആ ഒരു ജീവിതാനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ എന്ന് പരിശോധിക്കും. മാത്രമല്ല അതിന്റെ മുകളിലത്തെ വാക്യം വായിച്ചാലും എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നത്, ഏതൊക്കെ നിലയിലാണ് എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നത്? 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നിന്റെ പ്രവൃത്തികൾ ദൈവസന്നിധിയിലെ പൂർണ്ണതയുള്ളതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി അതിന്റെ വേറൊരു വാക്ക് ഞാനിങ്ങനെ പറയാം. പൂർണ്ണതയുള്ള പ്രവൃത്തികൾ, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാവുക. 3ാം വാക്യം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്ത് എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുക. ഇതെല്ലാമാണ് നമ്മളെ തന്നെ സൂക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് ദൈവം പറയുന്ന വ്യവസ്ഥകൾ. ഈ സഭയോടുള്ള സന്ദേശത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ മുകളില് എഫെസോസ് സഭയോട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള 6 സഭകളോട് ബന്ധപ്പെട്ടും നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർക്കും കർത്താവ് നൽകുന്ന പ്രബോധനങ്ങള് ഈ ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടാണ്. എന്നോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ, ഞാൻ അവരിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത്. 100% പെർഫെക്ഷൻ നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയത്തുമില്ല. എന്നാൽ ദൈവം നോക്കുന്ന അങ്ങനെ 100% പെർഫെക്റ്റ് ആയിരിക്കുന്ന വിശ്വാസികളെയുമല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാൻ ആഗ്രഹമുള്ള, ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി, ഓരോ ദിവസവും നമ്മുടെ പാപ സ്വഭാവങ്ങളെ മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിച്ച് ഒരു പടി കൂടി അവനോട് ചേർന്ന് നടക്കുന്ന, ഒരു പടി കൂടി അവനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു അനുഭവം, അങ്ങനെയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത്, ഒന്ന് ഉണർന്നുകൊള്ളുക. ഈ സഭയോട് ബന്ധപ്പെട്ട് കർത്താവ് പറയാണ് ഉണർന്നുകൊള്ളുക. 2 ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഈ 2 കാര്യങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു ആത്മീക ഉണർവിന്റെയും ശക്തിയുടെയും അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. ഉണർവെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം ബോധ്യവാന്മാരാകുകയും അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഉണർവിന്റെ അനുഭവം. നമ്മൾ ഈ ഉണർവ് എന്നുള്ള വാക്ക് എപ്പോഴും കേൾക്കാറുണ്ട്. ഉണർവ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഓരോ ദിവസവും എന്റെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, കാലങ്ങളെ മനസ്സിലാക്കി. ഇന്നലെ ഗ്രാജുവേഷൻ സർവീസിന് വേണ്ടിയിട്ട് കടന്നു വന്ന ദേവദാസൻ പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ചിലരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുണ്ടാവും. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 ദിനവൃത്താന്ത പുസ്തകത്തില് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. കാലജ്ഞരായിരിക്കുന്ന, അതായത് ഒരു ഗോത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, കാലജ്ഞരായിരിക്കുന്നവർ, അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന കാലജ്ഞരായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇസ്സാക്കാർ ഗോത്രത്തിൽപ്പെട്ട 200 പേരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 12ാം അധ്യായത്തിന്റെ 32ാം വാക്യത്തിലാണ് വായിക്കുന്നത്. അവിടെ ഇസ്രായേലിന്റെ ശക്തിയെക്കുറിച്ചും അവരുടെ സൈന്യബലത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ഒരു പ്രത്യേക കാര്യം പറയുന്നത് നമുക്ക് പലർക്കും വായിച്ച് പരിചയമുള്ള ഒരു വാക്യമാണ്. 1 ദിനവൃത്താന്തം 12:32. അവിടെ കാലജ്ഞരായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൽ മലയാളത്തിൽ കാലജ്ഞർ എന്നുള്ള പദമാണ്. കാലങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുവാനും ഓരോ കാലങ്ങളില് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ വിവേകവും ജ്ഞാനവുമുള്ള 200 പേര് ഈ ഗോത്രത്തിലുണ്ടായിരുന്നു. അത് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്തില് ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ചിന്തയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഈ ഒരു കാലഘട്ടം മനസ്സിലാക്കി ഒരു
മടങ്ങി വരവും ഉണർന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി, നമ്മളെ തന്നെ ആ ഒരു കർത്താവിനോട് ചേർന്ന് നടക്കുന്ന യോഗ്യതയുള്ളവരാക്കി തീർക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ നാളുകളിൽ ആവശ്യമാണ്. നാം നേരത്തെ ഓർത്തതുപോലെ നമുക്ക് ചുറ്റും ഓരോ കാര്യങ്ങളും, നമ്മൾ ചിന്തിച്ചിരുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ പല നിലയിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്നോ നാളെയോ കർത്താവിന്റെ വരവ് നമുക്കറിയില്ല. പക്ഷെ ഈ ലോകം അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു തരത്തിലും മുൻപോട്ട് നോക്കുമ്പോൾ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിലാണ് ലോകം മുൻപോട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ മുതലേ ദൈവത്തിന്റെ വചനത്തിൽ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോ അതിന്റെ ഭാഗമാകുമ്പോഴും നമുക്ക് ആ ഒരു കാര്യങ്ങളെ കുറിച്ച്, ലോകം എവിടേക്ക് പോകും എന്നതിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ഗൗരവമുള്ളവരാണ്. നമ്മളിപ്പോഴും അങ്ങനെ അധികം ഒന്നും ചിന്തിക്കാറില്ല. ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നു, ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുന്നു. നമ്മുടെ വിശ്വാസികൾ തന്നെയാണെങ്കിലും ഈ കാലങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും, യുദ്ധകാര്യങ്ങള്, അതുപോലെയുള്ള ക്ഷാമങ്ങള്, രോഗങ്ങള്, പ്രയാസങ്ങള്, ഓരോ ദിവസവും ദൈവവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവ് വരും, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിന്റെ ഏറ്റവും അടുത്ത പടികളിലേക്ക് നമ്മൾ വരികയാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഗൗരവം മറന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ഓരോ സമയത്തും, ഓരോ ദിവസവും, ഓരോ വാർത്തകളും നമ്മൾ വായിക്കുമ്പോൾ കാലം എങ്ങോട്ടേക്ക് പോകുന്നത് മനസ്സിലാക്കി അതിന്റെ മധ്യത്തിൽ എന്തു ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് മനസ്സിലാക്കി വിവേകത്തോടും ആത്മീക പരിജ്ഞാനത്തോടും ദൈവഭയത്തോടും വിശുദ്ധിയിലും ജീവിക്കാനുള്ള ആ ഒരു ആത്മീക താല്പര്യം നമുക്ക് ഉണ്ടാവണം. ഇന്ന് നമുക്കറിയാം, ലോകം ഒരു വശത്ത് എല്ലാം നാശത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വശത്ത് ദൈവജനം അനേക തരത്തിലുള്ള മ്ലേച്ഛതകളിലും വിശ്വാസ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലുള്ളവരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിന്റെ ഭാഗത്തിൽ പെട്ടുപോവുകയാണ്. ഈ ലോകം അങ്ങനെയുള്ള ചതിയിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ലോകത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ്. ഒരിക്കൽ തെറ്റായിട്ടും ഒരിക്കൽ ദൈവവചനം വെറുത്തിരുന്ന അനേക കാര്യങ്ങൾ ഇന്ന് അനേക ദൈവമക്കൾ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. കാരണം ഈ ലോകം നമ്മളെ ആ നിലയിലേക്ക്, ഈ ലോകത്തിന്റെ മാധ്യമങ്ങളും ഈ ലോകത്തിന്റെ സോഷ്യൽ മീഡിയകളും അതോടൊപ്പം മറ്റനേക കാര്യങ്ങൾ നമ്മളെ അതിന്റെ ഒരു ഭാഗമാക്കി നാം പോലും അറിയാതെ നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു കാര്യം ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്: ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ എന്നോടുകൂടെ നടക്കാൻ യോഗ്യതയുള്ള, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്ന കാലങ്ങളെ മനസ്സിലാക്കി കാലത്തിന്റെ ഭാഗമാകുമ്പോൾ തന്നെ അതിന്റെ തെറ്റായ കാര്യങ്ങളിൽ പങ്കാളികളാകാതെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കാര്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്നോട് കൂടെ നടക്കാനായിട്ട് ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഉണർന്ന് നമ്മളെ തന്നെ ശക്തീകരിച്ച്, പിന്നെ അതിന്റെ രണ്ടാം ഭാഗം, അതായത് രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. ദൈവസന്നിധിയിലെ പൂർണ്ണതയുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇത് വിശ്വാസികൾക്കും ദൈവസഭയ്ക്കും എഴുതുന്ന ഒരു കത്താണ്. വിശ്വാസികളായിരിക്കും നമ്മളും, മറ്റുള്ളവരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായിരിക്കും നമ്മളും അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവസ്നേഹത്തിലും നമ്മൾ അനേക ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. സുവിശേഷ പ്രവർത്തനമായിക്കൊള്ളട്ടെ, മറ്റ് പലതരത്തിലുള്ള ആതുര ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ഏതെല്ലാം നിലയിൽ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാമോ അവിടെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് പൂർണ്ണതയുള്ളതാണോ എന്നാണ് ദൈവം നോക്കുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്തു, നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തു, എത്രത്തോളം അതിന് പിന്നിൽ അധ്വാനിച്ചു, ഇതൊക്കെ ശരിയാണ്, അതൊക്കെ നല്ലതാണെങ്കിലും ആ ചെയ്യുന്നതിന് മുൻപിലുള്ള മനസ്സും, അല്ലെങ്കിൽ ദൈവം നോക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ദൈവസന്നിധിയിലെ പൂർണ്ണതയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്? നമ്മൾ വചനം വായിക്കുമ്പോൾ, പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണതയുള്ള പ്രവൃത്തികൾ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവികമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടി നാം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതായത് മാനുഷികമായ ഉദ്ദേശങ്ങളോ എന്തെങ്കിലും എന്റെ സ്വയത്തിന് വേണ്ടിയിട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പരീശന്മാരെ കുറിച്ച് പുതിയ നിയമത്തിൽ യേശു അനേക കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ചെയ്യുന്ന ഒത്തിരി നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആരും ചെയ്യാത്ത എത്രയോ വലിയ നല്ല കാര്യങ്ങളാണ് പരീശന്മാര് പുതിയ നിയമത്തില് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ചെയ്യുന്നത്. പലപ്പോഴും ഈ പരീശന്മാരുടെ അവരുടെ പ്രവൃത്തികളും അവരുടെ ശുശ്രൂഷകളും അവരുടെ പല ഇടപാടുകളും കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതിനേക്കാൾ വലിയ ആത്മീക പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കൽ പോലും ദൈവത്തിന്റെ മുൻപാകെ ഒരു മാർക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എപ്പോഴും അവരുടെ പ്രവൃത്തികളെ കുറിച്ച് പ്രശംസിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശു അടക്കം അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്താണ്? അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. 3 നേരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിലധികം സമയം, കൃത്യസമയത്ത് അവരെവിടെ പോയാലും, അവർ പട്ടണത്തിൽ പോയാൽ പോലും പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ, അവരുടെ ആ ഒരു ടൈം ടേബിളിന്റെ സമയമാകുമ്പോൾ അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു വശത്ത് നോക്കിയാൽ മാനുഷികമായി നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്യുന്ന സാക്രിഫിഷ്യലായിരിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ
ദൈവം നോക്കുമ്പോൾ അതൊന്നും ഒരു മാർക്ക് പോലും ഇല്ല. കാരണം ദൈവത്തിന് മുൻപാകെ ആ പ്രവൃത്തികളൊന്നും പൂർണ്ണതയുള്ളതായിട്ട് ദൈവം കാണുന്നില്ല. അതിന്റെ കാരണം പിൻപിലുള്ള മനോഭാവം തെറ്റാണ് എന്നുള്ളതാണ്. അവര് ചെയ്യുന്നതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം, പുറകിലുള്ള ലക്ഷ്യം തെറ്റായത് കൊണ്ട് ദൈവം അതിനെ പൂർണ്ണതയുള്ളതായിട്ട് കാണുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ള പ്രവൃത്തിയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്റെ പിൻപിലുള്ള ദൈവികമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലാണോ, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്താണ്, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ അതോ വേറെന്തെങ്കിലും എന്റെ സ്വയത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ച് പൂർണ്ണതയുള്ള ദൈവിക പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല കർത്താവ് നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ വഴികളനുസരിച്ച്, ദൈവ വചനമനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെയാണ് ദൈവം അംഗീകരിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് അടുത്ത വാക്യത്തില്, 3-ാം വാക്യം, നിങ്ങൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് കാത്തുകൊള്ളുക. അങ്ങനെ കേട്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ ഗ്രഹിച്ച വചനകാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുമ്പോഴാണ്, അങ്ങനെയുള്ള പ്രവൃത്തികളെയാണ് ഞാൻ പൂർണ്ണതയുള്ള പ്രവൃത്തികളായിട്ട് കാണുന്നത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടതിന്റെയും നമ്മൾ പഠിച്ചതിന്റെയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ചെയ്യുമ്പോഴാണ് ദൈവം അംഗീകരിക്കുന്ന പ്രവൃത്തികളായിട്ട് അത് തീരുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ 1 യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ യേശുവിനോട് കണ്ടതും യേശുവിൽ നിന്ന് ശ്രദ്ധിച്ചതും യേശുവിൽ നിന്ന് കേട്ടതും പിന്നെ യേശുവിനെ നോക്കി കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ട് അനുഭവിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി കർത്താവിൽ നിന്ന് അനുഭവിച്ചതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും പിറകിലുള്ളതെന്ന് യോഹന്നാൻ പറയുകയാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം പ്രാപിക്കുകയും നാം കേൾക്കുകയും ചെയ്തത് ഓർത്ത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് കർത്താവിന്റെ ശുശ്രൂഷകളിൽ നാം ഏർപ്പെടുമ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളെ, നല്ല മനോഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളെ കർത്താവ് മാനിക്കുന്നു. കർത്താവിനോട് കൂടെ നടക്കുവാനായിട്ടുള്ള ഒരു യോഗ്യത, അല്ലെങ്കിൽ ഉടുപ്പും മലിനമാകാൻ നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള 1-2 യോഗ്യതകൾ. 1, ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, പൂർണ്ണതയുള്ള പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ചെയ്യുക. മാത്രമല്ല ദൈവവചനത്തിന്റെ അടിസ്ഥാനപ്പെട്ട് നാം കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെ ഗ്രഹിച്ച് ലോകം മാറും, ജീവിത സാഹചര്യങ്ങൾ മാറും, മാത്രമല്ല ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ മാറും. എന്തെല്ലാം മാറിയാലും ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. ദൈവം നമുക്ക് മാറ്റമില്ലാത്ത വചനം നൽകിയിട്ടുണ്ട്. ഈ വചനം വായിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് കർത്താവിനോട് കൂടെ നടക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൈവം തന്റെ ജനത്തോട് പറയുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു എൻകറേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സോർട്ടേഷൻ ആണ്. എന്നോട് കൂടെ നടക്കാൻ ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഒരു കർത്താവിന്റെ ആഗ്രഹം, കർത്താവ് തന്നെ ലോകത്തിൽ വന്ന് നമുക്ക് തുല്യനായി ജീവിച്ച് നമ്മളെ ഉയർത്തി ഇത് നമ്മളെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി കർത്താവിനോട് കൂടെ നടക്കുവാനുള്ള എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. 1, കർത്താവ് തന്നെ നമുക്ക് അനുകൂലമാണ്. കർത്താവിന്റെ മാർഗനിർദ്ദേശം നമുക്കുണ്ട്. നമ്മുടെ മുൻപിൽ പോയിരിക്കുന്ന കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് പിൻപറ്റാനായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവാത്മാവിന്റെ ശുശ്രൂഷകൾ, ദൈവാത്മാവിന്റെ സാന്നിധ്യവും ശുശ്രൂഷയും ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തോട് ചേർന്ന് നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം എനിക്കും നിങ്ങൾക്കും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് ചേർന്നാണ് നടക്കുന്നത്. എന്റെ ഈ ജീവിതത്തില് മലിനതകളുണ്ടോ? എന്റെ ഈ ഉടുപ്പെന്ന് പറയുന്ന എന്റെ ആത്മീയമായിരിക്കുന്ന ജീവിതത്തില് ചെളി, കളങ്കം, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട്, നമ്മള് എഫെസോസിലുള്ള സഭയ്ക്ക് കർത്താവ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറവുകൾ എവിടെയാണോ അവിടേക്ക് പോയി, അവിടെയാണ് ആ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എവിടെ വീണു എന്ന് ഓർത്ത് അവിടെ പോയി നമ്മൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വാക്യാർത്ഥത്തിലല്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ആ ഒരു കാര്യത്തെ മറന്നു കളയുകയല്ല. എന്റെ ജീവിതത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എന്റെ കുറവുകൾ അത് മനസ്സിലാക്കി, അത് ഓർത്ത്, അത് പശ്ചാത്തപിച്ച് എഴുന്നേറ്റ് എന്നോട് കൂടെ നടക്കുക. അപ്പോൾ വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ ഏതോ ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഈവൻ ഇഫ് യു ഫോൾ ഫോർവേഡ്. അതായത് നിങ്ങൾ വീഴുകയാണെങ്കിൽ തന്നെ മുമ്പോട്ടേക്ക്, അതായത് ഓരോ കാഴ്ചയോടും മുൻപോട്ടേക്ക് വീഴാൻ പാടില്ല, എന്നാൽ പരാജയങ്ങൾ സംഭവിക്കാൻ പാടില്ല. അഥവാ പരാജയപ്പെട്ടാലും വീഴുകയാണെങ്കിലും മുൻപോട്ടേക്ക്, അതായത് ദൈവം എനിക്കത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് ആത്മീകമായിട്ട് വളരുന്ന മനോഭാവത്തോടെ
പുറകോട്ടേക്കല്ല, വീണ്ടും വീണ്ടും കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, മുൻപോട്ടേക്ക് പോകുന്ന മനസ്സോടെ നമ്മുടെ ക്രിസ്ത്യ ജീവൻ നയിക്കുവാനായിട്ട് ഇടയാകണം. നമ്മൾ കഴിഞ്ഞ അനേക വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ കുറവുകളാണ് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ കടന്നു പോയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇന്ന് ഈ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവെ ഞാനൊന്ന് മടങ്ങി ചിന്തിക്കുകയാണ്. എവിടെയെല്ലാം ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, എവിടെയെല്ലാം ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം എനിക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ അതോർത്ത് അവിടെ നിന്ന് മാനസാന്തരപ്പെട്ട്, എന്റെ മനസ്സ് അവിടെ പോയി, അവിടെ ഞാൻ കർത്താവ് എന്റെ കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി അവിടെ മാനസാന്തരപ്പെട്ട് മുൻപോട്ടേക്ക് പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ രാവിലെ സമയം ഈ പ്രബോധനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് നൽകുമ്പോൾ നമുക്ക് അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല ദൈവം പറയുന്നത്. കർത്താവിനോട് കൂടെ നടക്കുക, എന്നോട് കൂടെ നടക്കാൻ യോഗ്യരായിരിക്കുന്ന കുറച്ച് പേർ ഞാൻ നിങ്ങളിൽ കാണുന്നു, ഇനിയും കൂടുതൽ ആൾക്കാർ എന്നോട് കൂടെ നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ നടക്കണമെന്ന് പറയുമ്പോൾ അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല ദൈവം പറയുന്നത്. ദൈവം നമ്മുടെ കൽപ്പന നൽകുമ്പോൾ തന്നെ അതിനുള്ള എല്ലാ വഴികളും ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവിനോട് കൂടെ നടക്കുവാൻ എത്രത്തോളം അവനോട് ചേരാം അത്രത്തോളം ചേർന്ന് നടക്കുവാൻ എന്നെ നോക്കിക്കൊണ്ട്, നിങ്ങളെ നോക്കിക്കൊണ്ട്, നമ്മുടെ സ്ഥലസഭകളെ നോക്കിക്കൊണ്ട് കർത്താവ് ഈ പറയുന്ന സാക്ഷ്യം, കുറച്ചു പേര് എന്നെ സ്നേഹിക്കുന്ന, തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന ആ കുറച്ചു പേർ എന്നുള്ള നമ്പർ എത്ര വേണേലും നമുക്ക് കൂട്ടാനായിട്ട് അത് നമ്മളാണ് അതിനകത്ത് തീരുമാനിക്കേണ്ടത്. കർത്താവിന് മുൻപാകെ കർത്താവ് അങ്ങനെയുള്ളവരെ കാണുന്നു, അങ്ങനെയുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹം ആ കുറച്ചു പേരില് ഞാനും നിങ്ങളും പെടണം എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് വരുന്ന ശേഷിപ്പ് അല്ലെങ്കിൽ കുറച്ചു പേരില് ഞാനും നിങ്ങളുമായിരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഈ രാവിലെ സമയം ഈ ചിന്തകൾ അതിനായിട്ട് നമ്മളെ കൂടെ പ്രചോദിപ്പിക്കട്ടെ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നാം എല്ലാവരും വളരെ ജാഗ്രതയോടെ, ഉണർവോടെ നമ്മളെ തന്നെ ശക്തീകരിച്ച് വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനും അതോടൊപ്പം നമ്മളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനും നമ്മളെ തന്നെ ഓരോ ദിവസവും കർത്താവിനെ താഴ്ത്തിക്കൊണ്ട് ജീവിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരും ഇടയാക്കട്ടെ എന്നുള്ള ഈ ഒരു പ്രബോധനം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് വലിയ നമുക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവസഭയ്ക്കും ഈ ദൈവസ്ഥല സഭയുടെ ഉത്തരവാദിത്വം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നന്ദി പറയുകയും ഈ ഒരു അവസരം എനിക്ക് നൽകുകയും ചെയ്തു ഓർത്ത് കർത്താവിന് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.